ദൈവത്തിന് മഹത്വം. എക്സോഡസ് ബൈബിൾ സ്റ്റഡി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ലീഡ് ബൈബിൾ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എന്ത് വിഷയമായിരുന്നു? കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 80% നമുക്ക് മനസ്സിലായി, അല്ലേ? അപ്പോൾ ഇനി അതിനെക്കുറിച്ച് വീണ്ടും മനസ്സിലാക്കണം. എന്നാലേ ദൈവപുത്രനാണെന്ന് നമുക്ക് പറയാനൊക്കെ പറ്റുള്ളൂ. ഈ ബൈബിള് എന്തു പറയുന്നു? ദൈവപുത്രൻ യേശു ക്രിസ്തു ദൈവപുത്രൻ ആണോ എന്ന്. അപ്പോൾ ഇന്ന് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ വായിച്ച വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 1:16. മത്തായി സുവിശേഷം 1:16. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്നും ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു, അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. മറിയയ്ക്ക് എങ്ങനെയാണ് കൃപ ലഭിച്ചത്, അല്ലേ? അതെല്ലാം മനസ്സിലായി. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ ലൂക്കോസിന് സുവിശേഷം 1:26 കൂടെ ഒന്ന് വായിക്കാം. ലൂക്കോസ് 1:26. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്നു. കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ദൂതൻ അടുക്കൽ ചെന്ന്, അല്ലേ? ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, അല്ലേ? ദൂതൻ അവളുടെ അടുക്കൽ ചെന്നിട്ട് അകത്ത് ചെന്നു എന്ന് പറഞ്ഞാൽ മുറിക്കകത്തേക്ക് ചെന്നു. അത് കഴിഞ്ഞിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞല്ലേ. അത് കഴിഞ്ഞിട്ട് കർത്താവ് നിന്നോട് കൂടെയുണ്ട്, അല്ലേ? അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഈ കൃപ എവിടുന്ന് വന്നെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അത്രയും ഭാഗം വരെ നമ്മൾ ചിന്തിച്ചു. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി യേശു ദൈവപുത്രനാണെന്ന്, അല്ലേ? അപ്പം ദൈവപുത്രനായപ്പോൾ നമുക്ക് ഒരു വാക്യമാണ് മത്തായി സുവിശേഷം 1:1 വായിച്ചു. മത്തായി സുവിശേഷം 1:1. അത് നമുക്ക് എല്ലാവരും സാധാരണ അറിയാവുന്ന വാക്യമാണ്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഒന്ന് ശ്രദ്ധിക്കുക. അബ്രഹാമിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ. ഇപ്പൊ 2 പുത്രന്മാരവിടെ കാണുന്നല്ലേ. 3ാമത്തെ ഒരു പുത്രനാണ് ഇവിടെ വന്നത് യേശുവായിട്ട്, അല്ലേ? 1 അബ്രഹാം, 2 ദാവീദ്. ഈ പരമ്പരയെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറഞ്ഞേ? ഹാനോക്കിന്റെ തലമുറയിൽപ്പെട്ടവനാണ് നോഹ. നോഹയുടെ തലമുറയിൽപ്പെട്ടവനാണ് തേരഹിന്റെ മകനാണ് അബ്രഹാം, അല്ലേ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാ ഇവിടെ കിടക്കുന്നത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ച് എല്ലാം ജന്മം ഇങ്ങനെ പറഞ്ഞത്. അപ്പം അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി, അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ വംശാവലി അവിടെ തുടങ്ങുക, അല്ലേ? യേശു ക്രിസ്തുവിന്റെ വംശാവലി അവിടെ ആരംഭിക്കുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങണമെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവം, അല്ലേ? നമ്മൾ പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നല്ലേ പറഞ്ഞത്. യേശു ദൈവപുത്രനാണെങ്കിൽ വിവാഹം കഴിക്കാതെ എങ്ങനെയാണ് വംശാവലി ആരംഭിക്കുന്നത്? നമുക്കൊരു ചോദ്യമല്ലേ? യഥാർത്ഥമായി ചിരിക്കാനുള്ള വസ്തുതയല്ല, കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതെന്നാന്ന് വെച്ചാൽ ഇവിടെ വായിക്കുക, യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് കിടക്കുന്നത്, അല്ലേ?
വംശാവലി തുടങ്ങുക ചെയ്യുന്നത്, അല്ലേ? അല്ലേ? ദൈവപുത്രന്റെ വംശാവലി എങ്ങനെയാണ് ആരംഭിച്ചത്, അല്ലെ? അതിനകത്ത് കറക്റ്റായിട്ട് പറയുമല്ലേ? ഇത് ബൈബിളിന്റെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുക, അല്ലേ? പക്ഷെ 2-ാം വാക്യം വിട്ട് പറയുന്നറിയോ, അബ്രഹാമിന്റെ വംശാവലിയെ കുറിച്ച് അന്നം പറയുന്നുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദിനെ ജനിപ്പിച്ചു, ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ 1-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുന്നില്ല, അല്ലേ? യേശുക്രിസ്തുവിന്റെ വംശാവലി അവിടെ തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങുവാണ്, അല്ലേ? സ്റ്റാർട്ടിങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വംശാവലിപ്പെട്ടവർ ആരാണ്, അല്ലേ? നമുക്ക് ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഇത്. ഒന്ന്, നമ്മുടെ ഒരു ചോദ്യത്തിന് മറുപടി ഏകദേശം ഒരു 90% കിട്ടി. ഏതാ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന്, അല്ലേ? ഇനിയുണ്ട്, ഇനി അതിന്റെ ബാക്കി ഭാഗം ഇതിന്റെ കൂടെ അടുപ്പിച്ച് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും, നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഒരു ഉത്തേജനമായിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുകയാണ് ഇവിടുന്ന്. ഏതാ? അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ വംശാവലി തുടങ്ങണമെങ്കിൽ സ്ത്രീകൾ വേണം, അല്ലേ? വംശാവലി തുറന്നു പോകണമെങ്കിൽ സ്ത്രീകൾ വേണം. പക്ഷെ ഇവിടെ വംശാവലി ഇല്ലാതെ യേശുക്രിസ്തുവിന്റെ വംശാവലി എങ്ങനെയായി? ഇതിനെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? ഈ ബൈബിള് കറക്റ്റായിട്ട് ഈ ഒരു വംശാവലിയെ കുറിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് നമുക്ക് ബൈബിളിന്റെ ആ ഒരു മെയിനായിട്ടുള്ള സത്ത്, അതിൻ്റെ ആ കാതൽ എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഈ ഒരു കാര്യം? യേശുക്രിസ്തുവിന്റെ വംശാവലി എവിടുന്ന് തുടങ്ങുന്നു, എവിടെ ചെന്ന് അവസാനിക്കും? ഇവിടുന്ന് തുടങ്ങുന്നുള്ള യേശുക്രിസ്തുവിന്റെ വംശാവലി, അല്ലേ? അതിനു മുമ്പേ അബ്രഹാമിന്റെ വംശാവലി ഇങ്ങോട്ട് വന്നിട്ടു, അല്ലേ? ദാവീദിന്റെ വംശാവലി വന്നു. യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നായിരിക്കുന്നത്. അന്നേരം വംശാവലി തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടുന്ന് തുടങ്ങി എവിടെ വരെയായി യേശുവിന്റെ വംശാവലി, അല്ലേ? യേശുക്രിസ്തു വിവാഹിതനാകാതെ എങ്ങനെയാണ് വംശാവലി ആയത്? യേശുക്രിസ്തു ദൈവപുത്രനാണ്. ഇതെല്ലാം വിശദമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് അതിനുള്ളൊരു ഒരു മെസ്സേജിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആക്കണം. യേശുക്രിസ്തു ദൈവപുത്രനാണ്. ദൈവപുത്രനാകുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 1-ാം അധ്യായത്തിൽ വന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് വന്നിരിക്കുന്നത് എന്ത് കാരണത്തിലാണ്, എന്താണ് അതിന് ബൈബിൾ പറയുന്ന ഉത്തരം, അല്ലേ? അത് നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ബൈബിൾ അർത്ഥമാക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ബൈബിളിനെ കുറിച്ച് പഠിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ വിശദമായ ദൈവവചനത്തിന് വേണ്ടി നമുക്ക് ആയിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.